38 വർഷങ്ങൾക്ക് മുൻപ് ദുബായിൽ നിന്നും ഒരു വ്യവസായി കോഴിക്കോട്ടെ ബേപ്പൂരിലെത്തി. ഒരു ഉരുവുമായാണ് അദ്ദേഹം തിരിച്ചു ദുബായിലേക്ക് പോയത്. ഇപ്പോൾ ആ ഓർമ്മകൾ പുതുക്കാൻ അദ്ദേഹത്തിൻ്റെ മകനും ബേപ്പൂരിലെത്തിയിരിക്കുകയാണ്. പിതാവിൻ്റെ കൈപ്പിടിച്ച് ബേപ്പൂരിലെത്തിയതാണ്. അന്ന് ബേപ്പൂരിൽ നിന്ന് ഉരുവാങ്ങി ദുബായിലേക്ക് പോയപ്പോൾ ബേപ്പൂരും ഇവിടുത്തെ ഒരു നിർമ്മാണവും മനുഷ്യരുമൊന്നും ജീവിതത്തിൻ്റെ ഭാഗമായി മാറുമെന്ന് അവർ കരുതിയിരുന്നില്ല. 1986 കണ്ട ബേപ്പൂരിനെയും ഒരു നിർമ്മാണശാലകളെയും ഒക്കെ കാണാനും ഓർമ്മകൾ പുതുക്കാനുമായി മുഹമ്മദ് അബ്ദുള്ള മുഹമ്മദ് അൽ മർസൂക്കി ഒരിക്കൽ കൂടെ ബേപ്പൂരിലെത്തി. 3 തലമുറയുടെ ബന്ധമാണ് മർസൂക്കിയുടെ കുടുംബത്തിന് ബേപ്പൂരുമായുള്ളത്. This trip really it gave me a lot of memorial things which I was missing. My first trip to Malabar was in 1986, where I was only 12 years. Today I'm coming again after 36 years back to this beautiful country. It is really make me remembering all my happiness moment when I was young with my father came here. കോഴിക്കോട്ടേക്കുള്ള ഈ വരവിൽ ലക്ഷ്യം വേറെയുമുണ്ട്. തൻ്റെ കുടുംബത്തിന് ഉരു നിർമ്മിച്ചു നൽകിയ പിൻതലമുറക്കാരെ കണ്ടെത്തണം. ഈ കപ്പൽ വാങ്ങാൻ വരുമ്പോൾ മുതിരപ്പറമ്പിൽ ഹംസക്കോയും ഹാജിക്കോയും എന്ന് പറഞ്ഞ 2 ആളുകളായിരുന്നു ഈ കപ്പൽ നിർമ്മാണം കൊടുത്തിരുന്നത്. ഞങ്ങൾ റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് അവരെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് പറഞ്ഞ് മാതൃഭൂമി അത് റിപ്പോർട്ടിൽ പബ്ലിഷ് ചെയ്തു. അപ്പോൾ അതനുസരിച്ച് അവരുടെ മക്കൾ ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് വിളിച്ചു പറഞ്ഞു, ഈ മുതിരപ്പറമ്പിൽ ഹംസക്കോയ 82 വയസ്സുള്ള ആൾ ദുബായിലുണ്ടെന്ന്. ഞങ്ങൾ യാത്രയാകുന്നതിന് മുമ്പാണ് അത് അറിയുന്നത്. അത് ഒത്തിരി സന്തോഷം. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. പക്ഷേ അദ്ദേഹം ദുബായിലുണ്ട്. പക്ഷേ അടുത്ത ട്രിപ്പിന് ഞങ്ങൾ അദ്ദേഹത്തെ കാണും. മറ്റേയാൾ മരിച്ചുപോയി. 1980കളിൽ ബേപ്പൂരിലെ ഉരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്തകളും കൗതുകത്തോടെ അദ്ദേഹം കണ്ടു. മലബാറിൻ്റെ പൈതൃകവും അനുഭവവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇന്നും നല്ല ഓർമ്മകളായി അവശേഷിക്കുന്നുണ്ട്. ഓർമ്മകൾ പുതുക്കിപ്പോവുക മാത്രമല്ല, അതിനപ്പുറം പൈതൃക ടൂറിസത്തിന് ഉപയോഗിക്കാവുന്ന തരത്തിൽ ഒരു രൂപകൽപ്പന ചെയ്യണമെന്ന ആശയവും മുന്നോട്ട് വെക്കുകയാണ് മർസൂക്കി. ജോം ടി കെക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. ഇംതിയാസ് കരീം ചേരുന്നുണ്ട് തത്സമയം. ഇംതിയാസ്, അറബിക്കുപ്പായം ഇട്ട് ഒരാൾ അന്യനാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് കൗതുകമുള്ള കാര്യമാണ്. അത് പക്ഷേ 38 വർഷം മുൻപത്തെ ഓർമ്മകൾ പുതുക്കാനാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൗതുകം കുറച്ചുകൂടി കൂടുകയാണ്. ഓർമ്മകളൊക്കെ പുതുക്കിയോ? എന്താണ് കേരളം കണ്ടിട്ടുള്ള വിശേഷങ്ങൾ? എങ്ങനെയാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഇങ്ങോട്ട് എത്തുന്നത്? ഈ ബേപ്പൂരിൻ്റെ ഉരു നിർമ്മാണത്തെക്കുറിച്ചൊക്കെ നമ്മൾ ബേപ്പൂരിൻ്റെ ഉരു നിർമ്മാണത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ വായിച്ചിട്ടുണ്ട്, അറിഞ്ഞവരൊക്കെ തന്നെയാണ്. പക്ഷേ വളരെ വർഷങ്ങൾക്ക് മുൻപ് ബേപ്പൂരുമായി ബന്ധം പുലർത്തിയവർ, ബേപ്പൂരിൽ വന്ന് ഉരു കണ്ടവർ, ആ ഉരുവുമായി വിദേശത്തേക്ക് പോയവരൊക്കെ നിരവധിയായ മനുഷ്യരുണ്ട് എന്നുകൂടെ അറിയിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ട ഈ സ്റ്റോറി എന്ന് പറയുന്നത്. 3 തലമുറകൾ ബേപ്പൂരിൽ നിന്ന് ഉരു വാങ്ങി ദുബായിലെത്തി വ്യവസായം ചെയ്തതിൻ്റെ ഓർമ്മ ഈ മർസൂക്കി പങ്കുവെക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, അദ്ദേഹം ഇവിടെ നിന്ന് ഉരു കൊണ്ടുപോയി ആ കാലത്ത് തന്നെ വ്യവസായത്തിലുണ്ടായ വളർച്ച, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലുള്ളപ്പോൾ തന്നെ ബേപ്പൂരിനെയും അദ്ദേഹം വലിയ രീതിയിൽ ഓർമ്മിക്കുന്നു, ഇവിടുത്തെ മനുഷ്യരെ ഓർക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ നേരത്തെ നമ്മൾ ഈ സ്റ്റോറിയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഹംസക്കോയ എന്ന ആളെ തിരക്കിയായിരുന്നു അദ്ദേഹം ആദ്യമായിട്ട് ഇവിടെ പലരോടും ചോദിച്ചത്. പിന്നീട് ഈ ഹംസക്കോയയും അവരുടെ ബന്ധുക്കളുമെല്ലാം ദുബായിലുണ്ടെന്ന് അറിയുന്നു. ഇനി എന്തായാലും ദുബായിലെത്തിയാൽ അവരെ കാണാമെന്ന സന്തോഷവും ഈ മർസൂക്കി നമ്മളോട് പറഞ്ഞു ആ സന്തോഷം നമ്മളോട് പങ്കുവെക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതുമാത്രവുമല്ല, അദ്ദേഹം ഇവിടെ വന്ന് ബേപ്പൂരിനെ സന്ദർശിക്കുമ്പോൾ, ബേപ്പൂരിലെ ഒരു നിർമ്മാണശാലകളെയൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടെയൊക്കെ പ്രൊഫഷണലിസം കൊണ്ടുവന്ന് അതിൻ്റെ അപ്പുറത്ത് പൈതൃക ടൂറിസത്തിനൊക്കെ ഉപകരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സംവിധാനങ്ങളെയൊക്കെ മാറ്റണം, ആ രീതിയിൽ കൂടെ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വ്യവസായ രംഗത്ത് ഒരു നിർമ്മാണവും വലിയ രീതിയിൽ മുന്നോട്ട് വയ്ക്കാനാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നമ്മുടെ മാതൃഭൂമിയുടെ തന്നെ ബേപ്പൂരിലെ ലേഖകനായിട്ടുള്ള പപ്പേട്ടൻ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ 1980കളിലൊക്കെ ഈ ബേപ്പൂരിലെ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളൊക്കെയുണ്ട്. അദ്ദേഹം
അദ്ദേഹം അത് ഈ പപ്പേട്ടൻ ഈ അറബിയെ അത് കാണിക്കുകയും അദ്ദേഹം അത് വളരെ കൗതുകത്തോടെയൊക്കെ നോക്കി നിൽക്കുകയും ചെയ്തു. എന്തായാലും വളരെ സന്തോഷം പകരുന്നതായിരുന്നു അദ്ദേഹം കേരളത്തിലെത്തി അദ്ദേഹം ബേപ്പൂരിൽ സന്ദർശിച്ച ആ നിമിഷമൊക്കെ എന്ന് പറയുന്നത്. അദ്ദേഹം കേരളത്തിലെ തന്നെ മറ്റു പരിപാടികളിൽ പങ്കെടുക്കാനായിട്ട് എന്തായാലും അൽ മർസൂഖിക്ക് വലിയ സന്തോഷമായി കേരളം സന്ദർശിച്ചിട്ട്. 38 വർഷം മുൻപത്തെ ഓർമ്മകളെല്ലാം അദ്ദേഹം പുതുക്കി കഴിഞ്ഞു. എന്തായാലും ഒരു നിർമ്മാണ മേഖല കുറച്ചുകൂടി മെച്ചപ്പെടാനുണ്ട് എന്നൊരു അഭിപ്രായം കൂടി അൽ മർസൂഖി പങ്കുവയ്ക്കുന്നുണ്ട്.